അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ അപ്പവും ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം ഇതിവിടെ നിന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിന് ചൂടൊന്ന് കുറച്ച് ആറി വന്നതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1.25 കപ്പ് ഗ്രീൻ പീസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഈ പച്ച ഗ്രീൻ പീസിന് പകരം ഡ്രൈഡ് ഗ്രീൻ പീസ്, അതായത് ഉണക്കിയിട്ടുള്ള ഗ്രീൻ പീസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതാണ് എടുക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കുക്കറിലേക്ക് ഇട്ട് 1-2 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ നമുക്കിതിലേക്ക് ഒരു ചെറിയ 3 ഉരുളക്കിഴങ്ങ് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളിതൊരു 1-2 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന ഒരു കായപ്പൊടി തന്നെ ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ആ പൊടികളുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി കിട്ടണം. അപ്പോൾ നല്ലപോലെ ഈ അരപ്പൊന്ന് ചൂടായി ആ ഒരു പച്ച ചൊവയൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചെറിയതായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുവരെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതിയോളം വേവായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇവിടെ ഒരു പകുതിയോളം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക.
കുറച്ചും കൂടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ നമ്മൾ നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. തീ നന്നായിട്ട് നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഗ്രീൻ പീസിനകത്ത് ആ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് ഇതങ്ങ് വേവിച്ചിട്ടെടുത്താൽ ആ ഗ്രീൻ പീസിനകത്ത് ആ മസാലയും ഉപ്പും ഒന്നും പിടിക്കത്തില്ല, ചെറിയൊരു പച്ചച്ചോവയും കാണും. ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി ഇത്രയും കുറുകാതെ കുറച്ചും കൂടി ചാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത സമയത്ത് കുറച്ചും കൂടി അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ലാസ്റ്റ് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. കൂടാതെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കുകയാണ്. ലാസ്റ്റ് ഇതുപോലെ ഞാനൊരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.